നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂട് നിറഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ചാലക്കുടിയിൽ സിനിമാ താരത്തെ ഇറക്കാൻ CPM ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. സിനിമാ രംഗത്ത് നിന്നുള്ള വനിതാ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും ചാലക്കുടിയിലുണ്ട് എന്നാണ് സൂചന. മുൻ മന്ത്രി C. രവീന്ദ്രനാഥിനാണ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇതിനിടെയാണ് സിനിമാ താരത്തിന്റെ പേരുകൂടെ ഉയർന്നു വരുന്നത്. കൂടാതെ സാജു പോൾ, BD ദേവസി എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. മഞ്ജു വാര്യരെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആ നീക്കത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതകൾ വന്നിട്ടില്ല. മുമ്പ് ഇന്നസെന്റ് മത്സരിച്ച് വിജയിച്ച ചരിത്രമാണ് സിനിമാ താരത്തെ ഇറക്കിയുള്ള ഒരു പരീക്ഷണം നടത്താമെന്ന ആലോചനകൾക്ക് പിന്നിലെ കാരണം. പക്ഷേ മഞ്ജു വാര്യർ ഇക്കാര്യത്തിൽ ആദ്യം സമ്മതം മൂളണം. അതേസമയം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പേരിലേക്ക് എത്താനാകാതെ CPM വിഷമിക്കുകയാണ്. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി വിഷയം ചർച്ച ചെയ്തെങ്കിലും ഒരു തീരുമാനവുമായില്ല. സ്ഥാനാർത്ഥി പട്ടിക വീണ്ടും ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പള്ളി, KS അരുൺകുമാർ എന്നിവരുടെ പേര് പാർട്ടി സ്ഥാനാർത്ഥിയായി ചർച്ചയ്ക്ക് വന്നു. ഇതിനു പുറമെ പൊതുസമ്മതനെ കൂടി നോക്കുന്നുണ്ട്. KV തോമസിന്റെ മകൾ രേഖ തോമസിന്റെ പേര് പുറമെ ചർച്ച ആയെങ്കിലും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകരുതെന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥി ചിത്രം ഏകദേശം തെളിഞ്ഞിട്ടുമുണ്ട്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, 1 മന്ത്രി, 3 MLAമാർ, 3 ജില്ലാ സെക്രട്ടറിമാർ അടങ്ങുന്ന പ്രബലമായ സ്ഥാനാർത്ഥി പട്ടികയാണ് CPM തയ്യാറാക്കുന്നത്. മലപ്പുറം, പൊന്നാനി, എറണാകുളം, ചാലക്കുടി സീറ്റുകളിലാണ് ഇനി തീരുമാനം വരേണ്ടത്.